ഹലോ ഗൈസ്, ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഇങ്ങനെ പറയാൻ കാരണം അത്യാവശ്യം നല്ല രീതിക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ ക്യൂട്ട്നെസ് ഡെക്കോറിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കാണുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും അതുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ പിൻട്രസ്റ്റിൻ്റെ ഫുൾ കളക്ഷൻ എടുത്ത് വെച്ചിട്ട് ഇതുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു റെഫറൻസ് എടുത്തു. അതിന് പറ്റിയൊരു കുപ്പി തപ്പിപ്പിടിച്ചു. കഴുകാനുള്ള അതിമടി കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊട്ടി കഴുകിയൊക്കെ എടുത്തു. ഇനി ഈ ക്ലേ വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ തീരേണ്ടത് ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലേ പരത്തി മെനക്കെട്ടിരുന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ഒട്ടിച്ച് ഫുൾ പോളിഷ് ചെയ്തെടുത്തു. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുൾ ഡേ കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ നോക്കുന്നത്. അല്ലാതെ എനിക്കിത് ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫുൾ ഡേ കഴിഞ്ഞ് ഇത് നല്ല ഉണങ്ങി നല്ല രീതിക്കൊന്നായപ്പോഴത്തേക്കും ഞാൻ ചെന്നിങ്ങനെ നോക്കി, നമുക്ക് ഇന്ന് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് ആ വർക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചെന്ന് നോക്കിയത്. സംഭവം ആ ക്ലേ ഫുള്ള് ക്രാക്കായിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി. കാരണം ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തു. നല്ലൊരു ലാമ്പാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് എക്സ്പെക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഡയലോഗ് തട്ടിയിട്ട് സ്കോർ ചെയ്യുകയാണ് ഞാൻ. നമ്മുടെ ലൈഫിലും ഇങ്ങനെയാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, നികത്തിയെടുക്കുക, അതിലായിരിക്കുന്നത്. സോ ഞാനത് എന്ത് ചെയ്തെന്നറിയാവോ, ഇത് നമുക്ക് എന്താണ് ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്നെക്കാട്ടിലും നമുക്കൊരു ഹൊററിക്ക് ചെയ്താലോ. എല്ലാവരും ക്യൂട്ട്നെസ് ചെയ്യല്ലേ, അപ്പം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം, അതായത് വ്യത്യസ്തത കൊണ്ടുവരാം. അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ പൊട്ടിയ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കഷ്ടപ്പാടും അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഒരുപാട് വിലയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.